ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനയാക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസിന് മുന്നിൽ വിരിക്കൊമ്പൻ ഇറങ്ങിയത് യാത്രക്കാരെയും ഭീതിയിലാക്കി. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തു. വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. അതികഠിനമായ ചൂടാണ്. പടയപ്പയെന്നും ചക്കക്കൊമ്പനെന്നും വിരികൊമ്പനെന്നും ഒക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന കാട്ടാനകൾ ഇനി അത്ര ഓമനത്വം കാട്ടില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാട്ടാനയാക്രമണങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് ചിന്നക്കനാൽ 301 കോളനിയിലെ സാവിത്രി കുമാരന്റെയും ലക്ഷ്മി നാരായണന്റെയും വീട് ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. 2 വീടുകളും ഭാഗികമായി തകർന്നു. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ചക്കക്കൊമ്പൻ ഇപ്പോഴും 301 കോളനിയിൽ തുടരുന്നു. പ്രദേശത്ത് വ്യാപകമായി കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസിന് മുൻപിൽ വിരിഞ്ഞ കൊമ്പൻ ഇറങ്ങി. തിരുവനന്തപുരം പഴനി സർവീസ് നടത്തുന്ന KSRTC ബസിന് മുൻപിലാണ് കാട്ടാന എത്തിയത്. അല്പനേരം ബസിന് മുൻപിൽ നിന്ന കാട്ടാന അക്രമമുണ്ടാക്കാതെ സ്വമേധയാ കാട് കയറി. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗ്രഹാംസ് ലാൻഡിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തു. ഇവിടുത്തേക്ക് ഒരു 100 വീടുണ്ടെങ്കിൽ ഒരു 95% ആന അടിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും നഷ്ടം കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു കൃഷിയും ചെയ്യത്തില്ല. ഒരു കാര്യം ഇതിന് അധികാരികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഒന്നുമില്ല. ഒന്നും സംഭവിച്ചാലും മെഞ്ഞു വരികയെന്നും പറഞ്ഞ് വരും. സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ സമ്മതിക്കുന്നു. കുറച്ച് ഫോറസ്റ്റുകാരും ഉണ്ട്. പറമ്പിൽ നശിപ്പിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. അവരുടെ മൃഗങ്ങളെ നോക്കുന്നതിന് അതിന് വെള്ളമില്ല, തീറ്റയില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. വയനാട് തലപ്പുഴയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പാലക്കാട് കൈപ്പുറത്ത് പുലിയെ കണ്ടതായി പരാതി ഉയർന്നതിനെ തുടർന്ന് വനം വകുപ്പ് പരിശോധന നടത്തി. അതിനിടെ വനം വകുപ്പിനെ ക്രൈസ്തവ സഭ രൂക്ഷമായി വീണ്ടും വിമർശിച്ചു. മനുഷ്യജീവനും സ്വത്തിനും അർഹിക്കുന്ന പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്നോ ജനാധിപത്യമെന്നോ വിളിക്കാനാകില്ലെന്നായിരുന്നു ബിഷപ്പ് റെമിഞ്ചിയോസ് ഇഞ്ചനാനിയിൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചത്. പൊതുജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കണമെങ്കിൽ, അക്രമം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ വനം വകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ കൂടി നടത്തണം. രാഹുൽ വിജയൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.